എനിക്ക് ബ്രിട്ടാസിനെ കുറിച്ച് പ്രത്യേകം പറയാൻ തോന്നുന്നു. ബ്രിട്ടാസ് MP ആയി തീരുമാനിക്കപ്പെട്ട ഘട്ടത്തിൽ ബ്രിട്ടാസിനെക്കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആളുകൾ ഉന്നയിച്ചു. അദ്ദേഹം ഒരു പ്രത്യേകമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് MP ആയി പോവുകയാണ്. പിണറായി വിജയൻ്റെ ഒരു ആശ്രിതനായി നിന്നുകൊണ്ട് കിട്ടിയ ആനുകൂല്യമാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വേദികയിലേക്ക് അയക്കേണ്ടത് പോലുള്ള വിമർശനം പല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടാസിൻ്റെ പാർലമെൻറ്റ് പെർഫോമൻസ് നോക്കിയാൽ പക്ഷേ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ശബ്ദം ഈ കേരളം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ശബ്ദം പ്രതിഫലിപ്പിക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം മനോഹരമായി പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ്. അതിൽ തന്നെ ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന ഘട്ടത്തിലും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ഘട്ടത്തിലും ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ പ്രതിനിധികൾക്കും സഭയിലുണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഈ കൊണ്ടാടുന്ന രാമൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ മനുഷ്യരുടെ രാമനല്ല എന്ന്, അത് ഹിന്ദുത്വത്തിൻ്റെ നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ രാമനാണ് എന്ന് ഉറക്കെ പറഞ്ഞ ആളാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഭയം ഉണ്ടായില്ല എന്നത് പ്രത്യേകം കാണണം. ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് വഖഫ് ബില്ലിൻ്റെ പേരിൽ മതങ്ങളെ വിഭജിക്കാനുള്ള പരിപാടിയാണ്, ഞങ്ങൾ അതിനെതിരാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് മടി കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റാൻ സ്വാമിയെക്കുറിച്ചും ഗ്രഹാം സ്റ്റെയിനെക്കുറിച്ചും മണിപ്പൂരിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തം പേര് ജോൺ ബ്രിട്ടാസ് ആണെന്ന്, എൻ്റെ മതസ്വത്വം അങ്ങനെ പരിശോധിച്ചാൽ ഞാനൊരു ക്രിസ്ത്യൻ മത പേരുള്ള ആളാണ് എന്നത് അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പോയ മറ്റ് പല MP മാരെയും പോലെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല. അത് പറയാൻ അദ്ദേഹം ഉറക്കെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവരല്ലേ, നിങ്ങൾ ജബൽപൂരിൽ ആക്രമണം നടത്തിയവരല്ലേ, നിങ്ങൾ ക്രിസ്ത്യൻ സ്നേഹം പറയണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മതസ്വത്വമോ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇന്നലെ അദ്ദേഹം പർപ്പസ്ഫുള്ളിയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തോ മഹത്തായ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരികയാണെന്ന് വിചാരിക്കുന്നവരെ നിഷ്കളങ്കരുണ്ട്. അവർക്ക് കൂടി മനസ്സിലാവാനും അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രഭാഷണം അവസാനിപ്പിച്ച് മലയാളത്തിൽ പറയുന്നത് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഒന്നും കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല.